സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാനോട് റോഷൻ. ജൂൺ മാസം ഓൾമോസ്റ്റ് കഴിയാറായി. ജൂലൈ മാസത്തിൽ വമ്പൻ ടീംസ് ആണ് ഇറങ്ങാനായിട്ടുള്ളത്. സൂപ്പർമാൻ, ജുറാസിക് പാർക്ക്, ഫണ്ടാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞിട്ട് 3 വമ്പന്മാരുടെ പടങ്ങൾ ഇറങ്ങാനിരിക്കുന്ന ആ ഒരു ടൈമിൽ പ്രൊമോ മെറ്റീരിയൽ, ടീസർ, ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് ഒരു ദാക്ഷിണ്യമില്ലാതെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ഭാഗത്തായിട്ട് ഫൈനൽ ട്രെയിലർ എന്ന് അവർ തന്നെ പറയുന്ന, ഇനി പടം ഇറങ്ങാനായിട്ട് ഒരു മാസത്തിനടുത്ത് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫൈനൽ ട്രെയിലർ വന്നാലും അതിശയപ്പെടാനില്ല. ബട്ട് ജോക്സ് അപ്പ് ട്രെയിലർ കിടിലമായിട്ടുണ്ട്. ഇതുവരെ ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ഭാഗത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള ട്രെയിലറുകളിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് ഇന്നലെ ഇറങ്ങിയ ഒരു ട്രെയിലർ തന്നെയാണ്. ഓൾമോസ്റ്റ് പടത്തിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള എല്ലാ മൊമെന്റ്സും ഈ ഒരു ട്രെയിലറിൽ കൂടെ കവർ ചെയ്ത് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള പ്രൊമോ മെറ്റീരിയൽസിൽ നിന്നൊക്കെ നമ്മൾ ഹരിച്ചും കുണിച്ചും കണക്ക് കൂട്ടിയ ആ ഒരു സ്റ്റോറി സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു ട്രെയിലർ വെച്ച് നോക്കുമ്പോൾ പടത്തിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പക്ഷേ ഒരു സൂപ്പർ ഹീറോ കണ്ടന്റിൽ ഒരു പടം വരുമ്പോൾ അതിൽ പ്രെഡിക്റ്റബിലിറ്റിയേക്കാൾ മുകളിൽ നമ്മൾ വെക്കുന്നത് ആ ഒരു സ്റ്റോറി അവരെങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു, അതിൽ എത്രമാത്രം ഫ്രഷ്നെസ് ഉണ്ടെന്നുള്ള ഒരു പരിപാടികളും മറ്റൊക്കെ ആണല്ലോ. സോ ആ ഒരു ഗതിക്ക് ഈ ഒരു പടം നൈസായിട്ട് തന്നെ വരുമെന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഈ പ്രൊമോ മെറ്റീരിയൽസ് പരിപാടികളൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. ഓക്കെ, എന്തായാലും സംസാരിക്കാനുള്ളത് ഈ ഒരു ട്രെയിലറിനെ പറ്റി തന്നെയാണ്. കൂടുതൽ വാചക കസരത്ത് നടത്തിയ സമയങ്ങൾ ഇന്നലെ നേരെ കാര്യത്തിലൂടെ കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഒരു തീം ഇഷ്ടമായി കേട്ടോ. ഫണ്ടാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോറസ് തീം ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. അത് ഒരു എപ്പിക് ഫീൽ കിട്ടുന്നുണ്ട്. ആ ഒരു മൊത്തം പടത്തിനെ തന്നെ എലവേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു തീം കൊണ്ട് സാധിക്കുന്നുണ്ട്. പടത്തിൽ ഒരുപാട് ക്രൂഷ്യൽ മൊമെന്റ്സിൽ ഈ ഒരു തീം വെച്ചിട്ടുള്ള ഒരു ആറാട്ടം ഉണ്ടാവും തോന്നുന്നു. അവിടെ നിന്ന് അങ്ങനെ ട്രെയിലറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ട്രെയിലറുകളെല്ലാം തുടങ്ങിയതുപോലെ തന്നെ ആ ഒരു ഗിൽബർട്ട് ഷോ കാണിച്ചിട്ട് തന്നെയാണ്. ആ ഒരു ഗിൽബർട്ട് ഷോയിലിട്ട് ഫണ്ടാസ്റ്റിക് ഫോർ മെമ്പേഴ്സിനെ പ്രസന്റ് ചെയ്യുന്നത് കാണിച്ചിട്ടാണ് ട്രെയിലർ തുടങ്ങുന്നത്. ഐ തിങ്ക് ഈ ഒരു പടത്തിലും ഫണ്ടാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സിനെ നമുക്കിടയിലേക്ക് പരിചയപ്പെടുത്തുന്നതും ഈ ഒരു ഗിൽബർട്ട് ഷോയിലൂടെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഫണ്ടാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സിന്റെ ഒറിജിൻ സ്റ്റോറി എന്തായാലും ഈ ഒരു പടത്തിൽ കാണത്തില്ലെന്നുള്ളൊരു കാര്യം കെവിൻ ഫീജി മുമ്പേ കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇവരെ നമ്മുടെ ഇടയിലോട്ടൊന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഷോയുടെ ഇടയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് നൈസ് ഒരു പരിപാടിയാണ്. ആ ഒരു ഷോയിലോട്ട് കൊണ്ടുവന്ന് ഇവർ ഇതിന് മുമ്പ് ചെയ്ത കാര്യങ്ങളും പരിപാടികളൊക്കെ ഒരു മോണ്ടേജ് പോലെ കാണിച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് അത് നമ്മുടെ ഇടയിലോട്ടും അങ്ങനെ നൈസായിട്ട് പെട്ടെന്ന് കൺവേ ആയിക്കളെ. ഈ ഒരു ട്രെയിലറിലും കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിക്കാണ് ആ ഒരു ഷോയിൽ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴും അവർ ഓരോരുത്തരായിട്ട് അവരുടെ ആ ഒരു പവേഴ്സ് യൂസ് ചെയ്ത് ഓരോ ഫൈറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പ്ലേ ആവുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെയായിരിക്കും പടത്തിലും വരുന്നത്. അതിനുശേഷം ജോണി സ്റ്റോം ആകാശത്തെ കൂടെ നല്ല ഗെത്തായിട്ട് പറന്നു പോകുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ തന്നെ ഒരു ഫ്ലക്സ് ബോർഡ് കത്തിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അത് കണ്ടിട്ട് കുറെ പെമ്പിള്ളേർ ഫാൻസ് ഐ ലവ് യു എന്നൊക്കെ പറയുന്ന രീതിയിലും പോകുന്നുണ്ട്. കോമിക്സ് മറച്ചു നോക്കുമ്പോഴും ജോണി സ്റ്റോം ഈ നിലയ്ക്ക് ഒരു കില്ലാടിയാണ്, ലേഡീസിന്റെ ഇടയിൽ ഒരു കാമദേവനാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് തന്നെ ഒരു പ്ലേ ബോയ് മോഡിലാണ് നമ്മുടെ ജോണി സ്റ്റോമിന് ഇതിലും പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഇവിടെ നിന്ന് തന്നെ അങ്ങ് ഊട്ടി ഉറപ്പിക്കാം. അതിനുശേഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിങ്ങിനെ അവിടെയുള്ള ജനങ്ങൾ ക്ലോബറിംഗ് ടൈം എന്ന് പറയാൻ വേണ്ടി നിർബന്ധിക്കുന്ന രീതിയിലുള്ള കുറെ സീക്വൻസുകൾ കാണിക്കുന്നുണ്ട്. കോമിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് ഇറ്റ്സ് ക്ലോബറിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാച്ച് ഫ്രൈസ് തിങ്ങ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ അങ്ങനെ ഈ ഒരു പടത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു ക്യാച്ച് ഫ്രൈസിനെ, ഇറ്റ്സ് ക്ലോബറിംഗ് ടൈം എന്ന് പറയുന്ന ഒരു ക്യാച്ച് ഫ്രൈസിനെ തിങ്ങിന് ഇഷ്ടമല്ല എന്നുള്ളൊരു രീതിക്കാണ് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. സംഭവം അത് നൈസ് ആയിട്ടുണ്ട്. അതൊക്കെ ചുമ്മാ കാർട്ടൂണിൽ കാണിക്കുന്നതാണ്, ഞാനൊന്നും അങ്ങനെ പറയത്തില്ല എന്നുള്ള രീതിക്ക് തിങ്ങ് പറയുന്ന രീതിയിലുള്ള സീക്വൻസ് പോകുന്നുണ്ട്. ആൻഡ് അവിടെ കൊണ്ട് തീരുന്നില്ല. ആൻഡ് ക്ലൈമാക്സിൽ ജോണി സ്റ്റോമും തിങ്ങും കൂടി പോകുന്ന സമയത്ത് ആ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്കും ജോണി സ്റ്റോം തിങ്ങിനെ ടീസ് ചെയ്യുന്ന നിലയ്ക്ക്, അതായത് ആ ഒരു ക്യാച്ച് ഫ്രൈസ് ഇറ്റ്സ് ക്ലോബറിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാച്ച് ഫ്രൈസ് പറയാൻ വേണ്ടിയിട്ട് തിങ്ങിനെ നിർബന്ധിക്കുന്ന രീതിയിൽ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് തിങ്ങും ഞാൻ പറയത്തില്ലടാ, കൊന്നാലും പറയത്തില്ലടാ എന്ന് പറയുന്ന രീതിയിലാണ് ആ ഒരു സീക്വൻസ് പോകുന്നത്. സോ ഇറ്റ്സ് ക്ലോബറിംഗ് ടൈം ആ ഒരു പഞ്ച് ലൈനിന് ട്രെയിലറിൽ തന്നെ നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ പടത്തിലോട്ട് വരുമ്പോഴും ഈ ഒരു പഞ്ചിലിന് എന്തായാലും തിങ് അവസാനം പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടാവും. ആൻഡ് ആ ഒരു സീക്വൻസിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഒരു ബിൽഡപ്പ് ഉണ്ടാവും. അവസാനം ഈ ഒരു ഡയലോഗ് തിങ് പറയുമ്പോൾ ചുമ്മാ തീ ആയിരിക്കും, നോക്കാം എങ്ങനെയാണ് വരുന്നത്. ആൻഡ് അതിനുശേഷം ഫണ്ടാസ്റ്റിക് ഫോർ മെമ്പേഴ്സിന് ആ ഒരു ഗിൽബർട്ട് ഷോയിൽ വെച്ച് തന്നെ ഒരു അലേർട്ട് മെസ്സേജ് വരുന്നതും അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് ഗലാക്ടസ് വരുന്നതിന്റെ അലേർട്ട് മെസ്സേജ് ആണെന്ന് തോന്നുമെങ്കിലും അതായിരിക്കാൻ സാധ്യതയില്ല. ഈ ഒരു ഫണ്ടാസ്റ്റിക് ഫോർ മെമ്പേഴ്സിന്റെ ഒരുമിച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് എന്തായാലും പടത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ടല്ലോ. സോ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആയിരിക്കാം ഇത് ഇവിടെ ടീസ് ചെയ്യുന്നത്. ആൻഡ് അത് മിക്കവാറും മോൾമാനും ജിഗാൻഡും ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു പ്രൊമോ ഇതിന് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ഒരു ത്രെട്ട് വരുന്ന രീതിയിലുള്ള ഒരു അലേർട്ട് മെസ്സേജ് ആയിരിക്കാം ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ റിയൽ ത്രെട്ട് സിൽവർ സർഫർ വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. ഫ്രെയിം പാറങ്കജി എമ്മാരി ഫ്രെയിമാണ് എടുത്തു വെച്ചേക്കുന്നത്. സിൽവർ സർഫറിനെ ഒരു ലേഡി വേഷനിലാക്കിയതിലുള്ള ചെറിയൊരു അതൃപ്തിയും പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ ഒരു സീക്വൻസ് ഈ ഒരു നിലയ്ക്ക് ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്, കിടിലമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സിൽവർ സർഫർ വന്നിട്ട് ഞാൻ ഗലാക്ടസിന്റെ ഹെറാൾഡാണെന്ന് പറയുന്നതും ആൻഡ് ആ ഒരു വേൾഡ് ഇപ്പോൾ നശിക്കാൻ പോകുകയാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഒക്കെ നല്ല എന്താ പറയുക, ഒരു ത്രെട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. കോമിക്സിൽ എടുത്ത് നോക്കുമ്പോഴും സിൽവർ സർഫർ വരുന്ന രീതിക്ക് ആകാശമൊക്കെ അങ്ങ് ചുമതിരിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുണ്ടാവുക. സോ ആ ഒരു കോമിക് ആക്രോസി ഇവിടെ കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് സിൽവർ സർഫറിന്റെ ആ ഒരു വോയിസിലും ചെറിയൊരു മോഡുലേഷൻ വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിന് മുമ്പ് ഇറങ്ങിയ ട്രെയിലറുകളുടെ വോയിസിൽ നിന്നും കുറച്ചൊരു വ്യത്യാസം പോലെ തോന്നി. എന്താ പറയുക, കുറച്ചൊരു ഇലക്ട്രോണിക് സൗണ്ട് കൊടുക്കുന്ന രീതിയിൽ തോന്നി. ബട്ട് അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ത്രെട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണല്ലോ വേണ്ടത്. ഗാലക്ടസ് എന്ന് പറഞ്ഞാൽ ചിലർക്കാരനല്ലല്ലോ. അപ്പോൾ പുള്ളി വരുന്നുണ്ടെന്ന് പറയുന്ന ആ ഒരു ത്രെട്ടിനും അതിൻ്റെതായ ഒരു ഗത്ത് വേണമല്ലോ. സോ ആ ഒരു പരിപാടി ഇവിടെ
കിടിലമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പടത്തിലും ഇതേ ഒരു ഇന്റൻസിറ്റിയിൽ തന്നെ ഈ ഒരു സീൻ പ്രസന്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. ആൻഡ് വേറൊരു സീക്വൻസിലെ എർത്തിന് മുകളിൽ കൂടെ ഒരു സ്പേസ് ഷിപ്പ് വരുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്പേസ് ഷിപ്പ് നമ്മുടെ ഗാലാക്ടസിന്റെ തന്നെ സ്പേസ് ഷിപ്പ് ആയിട്ടുള്ള ടാറ്റു ആണെന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ആ ഒരു സ്പേസ് ഷിപ്പ് തന്നെയാണെന്ന് ഉറപ്പില്ല. ഈ ഗാലാക്ടക്സിന് തന്നെ വേറൊരു സ്പേസ് ഷിപ്പ് കൂടി ഉണ്ട്, സ്റ്റാർ സ്ഫിയർ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ടാറ്റു എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ഷിപ്പിന്റെ അതിൽ നിന്നൊരു ചെറിയ അടർത്തി എടുക്കുന്ന ഭാഗമാണ് ഈ ഒരു സ്റ്റാർ സ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. ഈ വലിയ വലിയ യൂണിവേഴ്സുകളൊക്കെ പുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ പുള്ളി ആ ഒരു സ്പേസ് ഷിപ്പിലാണ് പോവാറ്. സോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു സ്പേസ് ഷിപ്പ് ആവാനാണ് ചാൻസ്. ആൻഡ് ഈ ഒരു സ്പേസ് ഷിപ്പിനുള്ളിലേക്ക് സിൽവർ സർഫർ വഴി നടത്തിക്കൊണ്ട് ഫണ്ടാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സ് വരുന്ന രീതിയിലും ഒരു സീക്വൻസ് പോകുന്നുണ്ട്. സോ ഗാലക്ടസിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നീ ആരാണ്, നിനക്ക് എന്തൊരു വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫണ്ടാസ്റ്റിക് ഫോർ മെമ്പേഴ്സ് അങ്ങോട്ട് പോകുന്ന രീതിയിലായിരിക്കണം ഈ ഒരു സീക്വൻസ്. ആൻഡ് അതിനുശേഷം ഇവർ അവിടെ ഒരു കോൺവെർസേഷൻ സീക്വൻസും പരിപാടികളൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു. ആൻഡ് ഗാലാക്ടക്സുമായിട്ടുള്ള ആ ഒരു നേർക്കുനേരുള്ള സംഭാഷണത്തിന് ശേഷമുള്ള ഒരു സീക്വൻസ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഈ ഒരു ഫണ്ടാസ്റ്റിക് ഫോർ മെമ്പേഴ്സിലെ എല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് അവരുടെ സ്പേസ് ഷിപ്പിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. അവിടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജോണി സ്റ്റോമിനെ തിങ്ങ് തന്റെ കയ്യിലെടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. സോ പുള്ളിക്ക് നല്ലോണം അടി വാങ്ങി കൂട്ടിയിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത് നിന്ന്. സോ അവിടെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. മാത്രമല്ല റീഡ് റിച്ചാർഡ്സ് ഭയങ്കര ടെൻഷനിൽ തന്നെ നമ്മുടെ തിങ്ങിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് സ്പേസ് ഷിപ്പ് ഈ പഞ്ചായത്ത് കടത്തെന്ന് പറയുന്ന രീതിക്കുള്ള ഒരു സീക്വൻസ് പോകുന്നുണ്ട്. ആൻഡ് തിങ്ങും പെട്ടെന്ന് ആ സ്പേസ് ഷിപ്പ് അവിടെ നിന്ന് എടുക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. സോ ഇതിന് മുമ്പ് ഒരു ചെറിയ ഫൂട്ടേജിലേക്ക് ഈ ഒരു പടത്തിന്റെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സിൽവർ സർഫറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന രീതിയിൽ ഇവർ ഈ ഒരു സ്പേസ് ഷിപ്പ് അവസാനം ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് കയറ്റുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോകുന്നുണ്ട്. സോ ആ ഒരു സീക്വൻസ് ആണ് ഇതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സീക്വൻസിൽ തിങ്ങാണ് ഈ ഒരു സ്പേസ് ഷിപ്പ് ഓടിക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് കുറച്ച് പുറകിലായിട്ട് നമ്മുടെ ഷൂ സ്റ്റോം ഒരു പ്രഗ്നൻസി ഡ്രസ്സിൽ നിൽക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ആ ഒരു ലീക്കിലും പറയുന്നത് ഈ ഒരു സമയത്താണ് ഷൂ സ്റ്റോം ഡെലിവറി ആവുന്നത് ആൻഡ് തിങ്ങാണ് സ്പേസ് ഷിപ്പ് ഓടിക്കുന്നത്. ആ ഒരു ലീക്കിൽ അങ്ങനെയാണ് പറയുന്നത്. സോ രണ്ടും കൂടെ ഒത്തുവായിക്കുമ്പോൾ ഈ ഒരു സീക്വൻസ് ഫിറ്റിനാവുന്നത് മിക്കവാറും ഈ ഒരു സ്പേസ് ഷിപ്പ് നേരെ ഓടിച്ച് ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലോട്ട് കയറ്റുന്ന രീതിയിൽ പോകാനാണ് സാധ്യത. എങ്ങനെയാണ് വരുന്നത് എന്തായാലും കണ്ടു തന്നെ അറിയാം. ആൻഡ് വേറൊരു സീക്വൻസിൽ ഷൂ സ്റ്റോം തന്റെ കുട്ടിയായിട്ടുള്ള ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ കൈ പിടിച്ചുകൊണ്ട് ഭയങ്കര വിഷാദ ഭാവത്തിൽ ഇങ്ങനെ നടന്നു വരുന്നത് കാണാം. ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇവരെ എന്തോ ക്രിമിനൽസിനെ നോക്കുന്ന രീതിയിൽ നോക്കുന്ന പോലെയും കാണുന്നതായിട്ട് തോന്നും. ഐ തിങ്ക് ഈ ഒരു സീക്വൻസ് ഗാലക്ടസുമായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഫൈറ്റിന് ശേഷമുള്ള ഒരു സീക്വൻസ് ആയിരിക്കും. എന്തായാലും പടത്തിൽ 2 വട്ടം ഈ ഒരു ഗാലക്ടസുമായിട്ട് ഫണ്ടാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സ് എൻകൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസ് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ കയ്യിലൊരു പ്ലക്കാർഡ് പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അതിലൊരു പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എർത്ത് ബിലീവ്ഡ്. എർത്ത് ബിലീവ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, എർത്ത് ബിലീവ് എന്നല്ല. അതായത് ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്നാണ്, വിശ്വസിക്കുന്നു എന്നല്ല. അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ഒരു ഗാലക്ടസുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഫണ്ടാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സ് പരാജയപ്പെടുന്ന രീതിയിലായിരിക്കും ആ ഒരു സീക്വൻസ് പോകുന്നത്. അതിനുശേഷം മൊത്തം ഹ്യൂമൻസും ഇവരെ കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിലിട്ട് പോകുന്ന രീതിയിലായിരിക്കും എന്ന് പോകുന്നത്. മേ ബി ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ആണ് ഗാലക്ടസിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ കൊടുക്കാതെ തന്നെ ഭൂമിയെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നുള്ളൊരു തീരുമാനങ്ങൾക്ക് എടുക്കുന്നതിന്റെ ഫലമായിട്ട് ഭൂമിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതിയിലും അതിനുശേഷം ഹ്യൂമൻസ് അതിന്റെ ഒരു കാരണം മൊത്തം ഫണ്ടാസ്റ്റിക് ഫോർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ തിരിയുന്നതായിരിക്കാം. ഐ നോ ഒരുപാട് ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്നറിയാം. ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പടത്തിൽ ഏതൊരു നിലയ്ക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം എന്തായാലും കണ്ടു തന്നെ അറിയാം. അതിനുശേഷം ഈഫൽ ടവറിനും കുറച്ച് മാറി അതിനേക്കാൾ വലിപ്പത്തിൽ എന്തോ ഒരു മിഷനറി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അതിൽ നിന്ന് ഏതൊരു തരം എനർജിയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. മേ ബി ഇത് നമ്മുടെ റീഡ് റിച്ചാർഡ്സിന്റെ പണിയായിരിക്കാം. ബട്ട് ഈ ഒരു എർത്തിലെ എനർജി വെച്ച് തന്നെ ഗാലക്ടസിനെ തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഈ ഒരു എനർജി തന്നെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാലക്ടസ് വരുന്നത്. സോ ആ ഒരു എനർജി വെച്ച് തന്നെ പുള്ളിയെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റത്തില്ലല്ലോ. സോ ഏതൊരു രീതിക്കാണ് എന്തിനാണ് ഈ ഒരു സാധനം ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല, കണ്ടു തന്നെ അറിയേണ്ടി വരും. ആൻഡ് ട്രെയിലറിന്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ജോണി സ്റ്റോം തിങ്ങിനെ തന്നെ കൈ എടുത്തുകൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് എന്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലാണ് കാണിക്കുന്നത്. മിക്കവാറും ഗാലക്ടസിനെതിരെയുള്ള ഒരു ഫൈനൽ ഫൈറ്റിലെ സീക്വൻസ് ആയിരിക്കണം ഇത്. കോമിക്സിലും ഇത് കൂട്ടൊരു പരിപാടി നടന്നിട്ടുണ്ട്. ബട്ട് അത് ജോണി സ്റ്റോമും തിങ്ങും തമ്മിലല്ല, റീഡ് റിച്ചാർഡ്സും തിങ്ങും തമ്മിലാണ്. ഗാലക്ടസിനെതിരായിട്ടുള്ള ഒരു ഫൈറ്റിൽ നമ്മുടെ റീഡ് റിച്ചാർഡ്സിന്റെ ആ ഒരു റബ്ബർ എഫക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു എഫക്റ്റ് ഉപയോഗിച്ച് തിങ്ങ് ഇങ്ങനെ വലിഞ്ഞ് മുറുകി തെറിച്ച് പോയി നേരെ നമ്മുടെ ഗാലക്ടസിന്റെ മുഖത്തിനിട്ട് തന്നെ പഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടി നടന്നിട്ടുണ്ട്. ചുമ്മാ നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ഒരു ഗാലക്ടസിനെ തന്നെ ആ ഒരു ഒറ്റ അടിക്ക് നോക്കൗട്ട് ചെയ്ത് വിട്ടിട്ടാണ് തിങ് സീൻ വിട്ടത്. സോ ആ ഒരു സീൻ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. ഗാലക്ടസിനെ അങ്ങനെ അങ്ങോട്ട് അടിച്ചാക്ഷേപിക്കാൻ സാധ്യതയില്ല. വേറൊരു രീതിക്ക് ഈ ഒരു സീക്വൻസ് എന്തായാലും നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് തിങ്ങിന് ഇതിൽ താടിയുണ്ട്. അതും സാധാരണ താടിയല്ല, കല്ല് പോലത്തെ താടിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ കൃത്യമായൊരു എക്സ്പ്ലനേഷൻ എനിക്ക് തരാനില്ല. എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് ഇതും കണക്ട് ആവുന്ന ആ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് ആയിരിക്കാം. മേ ബി ആ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിലോട്ട് പോയി വന്നതിന് ശേഷം തിങ്ങിന് താടി വരുന്ന രീതിയിൽ അതിനുള്ളിൽ ടൈമും പരിപാടികളൊക്കെ വർക്കൗട്ട് ആകുന്നത് ബ്ലാക്ക് ഹോളിനുള്ളിൽ വേറൊരു രീതിയിലാണല്ലോ. സോ ആ ഒരു രീതിക്ക് ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കാമെന്ന് തോന്നുന്നു. സംഭവം കാണാനായിട്ട് നല്ല രസമുണ്ട്. അതും പറയണമല്ലോ, ഇപ്പോൾ കോമിക്സ് എടുത്ത് നോക്കിയാലും കോമിക്സിൽ തിങ്ങിന് താടി വരുന്ന രീതിയിലുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. ബട്ട് അത് വലിയൊരു ടൈം ഗ്യാപ്പിലാണ് അത് സംഭവിക്കുന്നത്. അത്രയും വലിയൊരു ടൈം ഗ്യാപ്പ് ഒന്നും ഈ പടത്തിൽ എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായി പോകും. സോ നോക്കാം എങ്ങനെ കൊണ്ടുവരുന്നത് നോക്കാം. അതൊക്കെ തന്നെ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. കിഡിലൻ ട്രെയിലർ ഗാലക്ടസിന്റെ ഒരു ഫുൾ വേർഷൻ കാണിക്കുമെന്നാണ് വിചാരിച്ചത്. ബട്ട് അത് കാണിക്കാതിരുന്നത് എന്തുകൊണ്ട് നന്നായി. അതെന്തായാലും ആ ഒരു പടത്തിലെ ഒരു സസ്പെൻസ് ഫാക്ടറായിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ബട്ട് എന്നാലും പടത്തിന്റെ ഏകദേശം ഒരു രൂപരേഖ നമുക്ക് ഈ ഒരു ട്രെയിലറിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ബട്ട് ആ ഒരു രൂപരേഖയൊക്കെ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത് ഇത് ഏതൊരു രീതിക്ക് പ്രസന്റ് ചെയ്യും
എന്ന ഒരു കാര്യമാണല്ലോ. സോ ആ ഒരു രീതിയിൽ പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കണം പടത്തിന്റെ ആ ഒരു സ്റ്റോറി ലൈൻ ഈ ഒരു ട്രെയിലറിൽ കൂടെ തന്നെ മാറൽ അങ്ങ് റിവീൽ ആക്കിയത്. ആൻഡ് ഇനി ഇതിനിടയ്ക്ക് ഡോക്ടർ ഡൂമയുടെ ഫിറ്റിനാവും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ എന്തായാലും നമുക്ക് വഴിയെ നോക്കാം. സോ ട്രെയിലർ ഏതൊരു രീതിക്കാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആയത് എന്നുള്ളൊരു കാര്യങ്ങളും അത് നിങ്ങളുടെ പടത്തിന്റെ ഹൈപ്പിനെ കൂട്ടിയോ കുറച്ചോ എന്നുള്ളൊരു കാര്യങ്ങളും ജൂലൈ മാസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏതൊരു പടത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.